രണ്ട് പരുന്തി കുഞ്ഞുങ്ങളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു രാജാവിന് ഒരാൾ രണ്ട് പരുന്തി കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഭക്ഷണവും വെള്ളവും പരിശീലനവും നൽകി അവയെ വളർത്തി. അവയ്ക്ക് പ്രത്യേക പരിചാരകന്മാരുണ്ടായിരുന്നു കേട്ടോ. പറക്കമുറ്റാറായപ്പോൾ കാലക്രമേണ പരുന്തുകൾക്ക് ചിറകുകൾക്ക് ബലമാർജിച്ചു. ഒരു പരുന്ത് ആകാശത്തിലേക്ക് പറന്നുയർന്നു. എന്നാൽ ഒരു പരുന്ത് താനിരുന്ന ചില്ലയിൽ വളരെ സുഖമായി അനങ്ങാതെ ഇരുന്നു. രാജാവിന് വിഷമമായി. അദ്ദേഹം കരുതി ഈ പരുന്തിന് എന്തെങ്കിലും അസുഖമുണ്ടാകുമോ. അദ്ദേഹം പല പല വൈദ്യന്മാരെ വിളിച്ചു. ഒരുപാട് വൈദ്യന്മാർ വന്നു, പരിശീലകരെ വിളിച്ചു, പലരെയും വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ പരുന്തിന് പറ്റിയത്. അവർ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പരുന്തിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. രാജാവ് ഭയങ്കര വിഷമത്തിലായി. ഒരു ദിവസം ഒരു കർഷകൻ വന്നു. അദ്ദേഹം ഒരു വാളെടുത്ത് ആ ചില്ല ഒന്ന് വെട്ടി. ദേ പരുന്ത് പറന്നുയരുന്നു ആകാശങ്ങളിലേക്ക്, അത് പോകേണ്ട ഇടത്തേക്ക്. നമ്മളുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? നമ്മൾ ഓരോരുത്തരും ഇന്നുള്ളത് ഒരു കംഫർട്ട് സോണിലാണ്. ഈ കംഫർട്ട് സോൺ വിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാതെ നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാനാവില്ല. കംഫർട്ട് സോൺ വെടിയൂ, പുറത്തേക്ക് വരൂ, നിങ്ങളുടെ കഴിവുകൾ അറിഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കൂ.